നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഈ ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്, അത് ഞാൻ എടുക്കും, ചിലതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്കൊരു പ്രൊവിഷൻ തന്നിട്ടില്ല. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാനായിരിക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ഈ ഒരു വെളിപ്പാടിനെ പൂർണ്ണമായി നാം സ്വീകരിച്ച് നമ്മൾ ഓപ്പണായിരിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോകാം എന്നൊരു പ്രമാണമേ ഇതിനകത്തില്ല. വിശുദ്ധിയുടെ നിലവാരങ്ങൾ, ജീവിതത്തിൽ നാം പാലിക്കേണ്ടിയ ചില കാര്യങ്ങൾ, നാം കടന്നു പോകുന്ന വിഷയങ്ങൾക്കകത്ത് ഒട്ടും തളർന്നു പോകാതെ നാം നിൽക്കേണ്ടി വരുന്ന ചില മേഖലകൾ, ഒത്തിരി വില കൊടുക്കേണ്ടിയ സിറ്റുവേഷൻസ് ഇതിനകത്തുണ്ട്. വലിയ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ആരും ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചുകൊണ്ട് നടക്കത്തില്ല എന്ന് പറയും പോലെ ഈ വലിയ ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ആ ദൈവശബ്ദം കേട്ട് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ മറ്റേതെല്ലാം വളരെ ഡിമ്മായി പോകുന്ന ഒരു യാഥാർത്ഥ്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഹൃദയഭാഗത്ത് കിടക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോയി. ദൂരസ്ഥരായിരുന്ന നമ്മൾ സമീപസ്ഥരായിരിക്കുന്നു. ഇനിയും ദൈവവും നമ്മളും തമ്മിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ യാതൊന്നുമില്ല. മൂടുപടം നീങ്ങിപ്പോയി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദി ആർട്ട് ഓഫ് അബൻഡന്റ് ലിവിങ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഹസ്യസ്ഥലം എന്നൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേൾക്കുവാനിടയായത്. എന്നാൽ ഇന്ന് അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുവശം, ഈ രഹസ്യസ്ഥലത്തേക്ക് നാം കടന്നു പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ഇൻ ദ സീക്രട്ട് പ്ലേസ്? ആ ഒരു വിഷയമായിരിക്കും ഇന്നത്തെ നമ്മുടെ ഫോക്കസ്. കാരണം ഇത് കർത്താവിൻ്റെ ഒരു വഴിയാണ്. യേശു കർത്താവ് ഈ ഒരു രഹസ്യ സ്ഥലത്തേക്ക് തൻ്റെ ശിഷ്യന്മാരെ ഇൻവൈറ്റ് ചെയ്യുന്നു, വിളിക്കുന്നു. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിന് അങ്ങനെ ഒരു വ്യക്തമായ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു എന്നെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അനുഭവം, രഹസ്യ സ്ഥലത്തിൻ്റെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കത് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഏറ്റവും അധികം പ്രയോറിറ്റിയായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഒരു കാര്യമായി മാറുന്നത് എങ്ങനെ, എന്തുകൊണ്ട്? അതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. വലിയ ഒരു പ്രൊവിഷനാണ് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. നോയിങ് ഗോഡ്, വളരെ ആഴമായ ഒരു കർത്താവിനെ അറിയുവാൻ കഴിയും. എനിക്കെൻ്റെ ദൈവത്തെ അറിയാം എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു ഇൻറ്റിമേറ്റ് നോളജ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് അത് സാധ്യമാണ്. എന്തായിരിക്കുന്നു നിത്യജീവൻ? ഈ ദൈവത്തെ, യേശു കർത്താവിനെ നമ്മൾ വ്യക്തിപരമായി ആ നിലവാരത്തിൽ അറിയുന്നത് തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ അതൊരു മതമല്ല. യേശു കർത്താവ് ഒരിക്കലും ഒരു മതം സ്ഥാപിക്കാൻ വന്ന ഒരാളല്ല. എന്നാൽ ഒരു വലിയ ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. പിതാവാം ദൈവത്തിൽ നിന്നും നാം അകന്നുപോയി അനാഥരായി തീർന്ന, ദൂരസ്ഥരായി തീർന്ന ആ ഒരു അനുഭവത്തിൽ നിന്നും വീണ്ടും ദൈവമായി നമ്മെ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആ ഒരു ബന്ധത്തിലേക്കാണ് നാം വരുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് നോയിങ് ഗോഡ്. ഇറ്റ് ഈസ് അബൌട്ട് ദ പെർസ്യൂട്ട് ഓഫ് ഗോഡ്. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ എന്നെ ഒരുപാട് സ്വാധീനിച്ച 2 പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ ചുരുക്കമായി പറഞ്ഞോട്ടെ. ഒന്ന്, ദ പെർസ്യൂട്ട് ഓഫ് ഗോഡ്, A.W. ടോസർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ എഴുതിയിരിക്കുന്ന ഒരു വളരെ ചെറിയൊരു പുസ്തകമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 50-ൽ പരം പ്രാവശ്യങ്ങൾ, അനേക പ്രാവശ്യങ്ങൾ ഈ പുസ്തകം ഞാൻ ധ്യാനിച്ച് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്.
അത് ആർക്കെങ്കിലും അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ കിൻഡിൽ വെർഷനൊക്കെ ഇന്ന് കാണും. നിങ്ങളത് വാങ്ങണം, വായിക്കണം. ഒരു ക്രിസ്ത്യൻ ബെസ്റ്റ് സെല്ലറാണത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുമ്പോൾ, ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഓൾ അബൌട്ട് നോയിങ് യുവർ ഗോഡ്. മാന്നീർ തോടിനായി ദാഹിക്കുന്നത് പോലെ, കാംക്ഷിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ നിലവാരത്തിലുള്ള ഒരു വലിയ ദാഹം, ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ദാഹം, ഒരു ഇൻ്റലക്ച്വൽ നോയിങ്ങിന് വേണ്ടിയല്ല. കുറേ കാര്യങ്ങൾ എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് പിന്നീട് പോയി കുറേ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടിയുള്ള ഒരു മെൻ്റൽ നോളജല്ല, മറിച്ച് ആ നോയിങ് ഗോഡ്, സ്നേഹത്തിനകത്തുനിന്ന് വരുന്ന ഒരു വലിയ വാഞ്ച, ഒരു വലിയ ദാഹം, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ വിഷയം. the heartbeat of Christian life. And praise God, that is possible. മാന്നീർ തോടിനായി കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ഇൻറ്റിമേറ്റ് കമ്മ്യൂണിയൻ ടൈംസിൽ, രഹസ്യ സ്ഥലത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ചിലത് ദൈവസന്നിധിയിൽ നിന്നും നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിനകത്തുനിന്ന് എനിക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, ദി ആർട്ട് ഓഫ് അബൻഡൻറ്റ് ലിവിങ്ങിനെ കുറിച്ചാണ് നാം കേൾക്കുന്നത്. എന്താണ് നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ ജയാളികളായി നിർത്തുവാൻ കഴിയുന്ന ആ ഒരു വിഷയങ്ങൾ? വാട്ട് ഈസ് ഇറ്റ് ദറ്റ് കോസസ് us to be victorious in our Christian life? This is one of the main things. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു ഫിലിപ്പിയ ലേഖനത്തിൽ, ഞാൻ സകലത്തെയും ചപ്പെന്നും ചവറെന്നും എണ്ണാൻ ഞാൻ തയ്യാറാണ്. ഐ കൗണ്ട് ഓൾ തിങ്സ് ലോസ് ഫോർ ദി എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് മൈ ലോർഡ്. എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ശ്രേഷ്ഠത നിമിത്തം സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ ഞാൻ തയ്യാറാണ്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ദൈവവചനത്തിൻ്റെ ഭാഗമാണ് അത്. ഒത്തിരിയും കഷ്ടതകൾ തൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷയിൽ, വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളൊക്കെ താൻ, വെല്ലുവിളികളൊക്കെ അനുഭവിക്കുമ്പോഴും പൗലോസ് പറയുന്നത്, ഇതൊന്നും ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടി അല്ല ഞാനിതൊന്നും ചെയ്യുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇനി എനിക്ക് സ്വർഗത്തിലൊരു കിരീടം വെച്ചിട്ടുണ്ട്, നിത്യതയിൽ ചെന്ന് ദൈവം എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും, അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ അങ്ങ് സഹിക്കുക എന്ന് മാത്രം അല്ല താൻ പറയുന്നത്. ഈ ഭൂമിയിൽ തന്നെ താൻ ഏറ്റവും വിലയേറിയതെന്ന് എണ്ണുന്ന ഒരു സംഗതി ദൈവസന്നിധിയിൽ നിന്നും നിരന്തരമായി താൻ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൺ ആസ് വി വാക്ക് വിത്ത് ഗോഡ്, ദൈവത്തോടുകൂടെ നടക്കുന്ന, സഞ്ചരിക്കുന്ന, വിശ്വസ്തയോടെ മുൻപോട്ട് പോകുന്ന, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവവുമായിട്ടുള്ള ഈ ഇൻറ്റിമേറ്റ് നോളജ് നമ്മൾ പെർസ്യൂ ചെയ്യുമ്പോൾ, അവിടെ ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ആ ദൈവ സാന്നിധ്യം, ദൈവീക സ്പർശനങ്ങൾ, ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ, ദൈവശബ്ദത്തിൻ്റെ ആ അനുഭവങ്ങൾ, ആ ദൈവശബ്ദം നമ്മളിലേക്കൊരു റേമ വചനങ്ങളായി വരുന്ന ആ ആത്മീയ അനുഭവങ്ങളുടെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലത്തെയും ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ ഞാൻ തയ്യാറാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ദിസ് ഈസ് ഇറ്റേണൽ ലൈഫ്, ടു നോ യുവർ ഗോഡ്. ഇറ്റ് ഈസ് പോസിബിൾ ടു നോ യുവർ ഗോഡ്. ഒരു ഇൻറ്റിമേറ്റ് നോളജാണ്. ആദാം തൻ്റെ ഭാര്യയായ ഹൗവയെ അറിഞ്ഞു. ആഡം ന്യൂ ഈവ് എന്ന് പറയുന്നതിനകത്തുള്ള ആ ഒരു ഇൻറ്റിമസി, അതേ നിലവാരത്തിലുള്ള ഒരു ആത്മീയ ബന്ധം ദൈവത്തോട് നമുക്ക് സാധ്യമാണ് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നോയിങ് എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് സ്പീക്സ് അബൌട്ട് എ ഡീപ്പ് ഇൻറ്റിമേറ്റ് നോളജ്. അപ്പം ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ,
ചില അക്ഷരീക ആത്മീക അനുഭവങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്, അവിടെ സംഭവിക്കുകയാണ്. പ്രൈസ് ഗോഡ്. മോശ പഴയ നിയമത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ സുഹൃത്ത് എന്നൊരു പേര് തനിക്കുണ്ടായിരുന്നു. ദൈവത്തോട് മുഖാമുഖം താൻ സംസാരിക്കുന്ന അനുഭവങ്ങൾ തനിക്കുണ്ടായിരുന്നു. ആ മലമുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ മറ്റുള്ള മനുഷ്യർക്ക് തൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ വണ്ണം തേജസ് തന്നെ തൻ്റെ മുഖത്ത് ഒരു തെളിഞ്ഞു നിന്നു എന്ന് വായിക്കുന്നു. ആർക്കും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് പഴയതുപോലെ തിരിച്ച് വരുവാനായിട്ട് അതൊരു ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് റിമെയിൻ ദ സെയിം. അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്, അവിടെ ഒരു വലിയ ട്രാൻസ്ഫർ നടക്കുകയാണ്. കർത്താവിനെക്കുറിച്ച് നമുക്കറിയാം. മറുരൂപ മലയിൽ താൻ കടന്നു പോയപ്പോൾ, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, താഴ്വാരങ്ങളിൽ തൻ്റെ എവറിഡേ ലൈഫിൽ തന്നെ കാണുന്ന ഒരു രീതി ആയിരുന്നില്ല അല്ലേ. ഹീ വാസ് ഫിൽഡ് വിത്ത് ഗ്ലോറി. തൻ്റെ രൂപം അവിടെ വെച്ച് മാറുകയാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ അറിയാൻ കഴിയുക. ഞാൻ എൻ്റേതായ ഭാഷയിൽ എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ്, സോ താങ്ക്ഫുൾ. 30 വർഷങ്ങൾക്ക് മുൻപ് കർത്താവുമായിട്ട് ആരംഭിച്ച ഈ യാത്രയിൽ ഈ ചില ഫൗണ്ടേഷണൽ സത്യങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതൊക്കെ എൻ്റെ ഫുഡാണ്. എന്നെ സ്പിരിച്വൽ ലൈഫിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില റെവലേഷനാണ്. ഒരു ഡെയിലി ബേസിസിൽ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് ചലഞ്ചസ് വരും അല്ലെ, പ്രയാസങ്ങൾ വരും. പിന്മാറിപ്പോയാലും വേണ്ടുകയെന്ന് തോന്നും, എല്ലാം നിർത്തിക്കളയാമെന്ന് തോന്നും. കാരണം എപ്പോഴും സന്തോഷങ്ങളല്ല, നാം വില കൊടുക്കേണ്ടുന്ന സമയമുണ്ട്. ചില ട്രയൽസിലൂടെ, ചില പരീക്ഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള സമയങ്ങളുണ്ട്. എന്നാൽ അവിടെ വെച്ചും ഞാനിങ്ങനെ പറയാറുണ്ട്, എൻ്റെ ശമ്പളം എനിക്ക് ദൈവത്തിൽ നിന്നും കിട്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്നേഹം, ഈ അടുപ്പം, ഈ അറിവ്. ഏതിലൂടെ കടന്നു പോകുമ്പോഴും ആ സംഭവം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല അല്ലേ, ആ സാഹചര്യം മാറിപ്പോകും. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന് പറയും പോലെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചസ്, അപ്സ് ആൻഡ് ഡൗൺസ്. കുറച്ച് കഴിയുമ്പോൾ ആ സിറ്റുവേഷൻ പോലും നമ്മൾ ഓർക്കത്തില്ല. പക്ഷേ അതിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ ദൈവത്തെ എനിക്ക് എത്രമാത്രം അറിയുവാൻ കഴിഞ്ഞു എന്നൊരു വിഷയമാണ് നമുക്കതിനകത്തുനിന്നൊരു മുതൽ കിട്ടുന്നത് പോലെ നമുക്ക് കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തിനും തയ്യാറാണ്. ഇറ്റ് ഈസ് വർത്ത് ഗോയിങ് ത്രൂ എനിത്തിങ് ഫോർ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് മൈ ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്രിസ്തീയ ജീവിതത്തെ ഒരിക്കലും ഉപരിതലത്തിലുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണരുത്. അതിനെ അങ്ങനെ കൊണ്ടുപോകരുത്. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നു, കുറേ ശുശ്രൂഷകൾ ചെയ്യുന്നു, അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ സൂപ്പർഫിഷ്യൽ തിങ്. ഇതിൻ്റെ എല്ലാം ഹൃദയഭാഗത്ത് കിടക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോയി. ദൂരസ്ഥരായിരുന്ന നമ്മൾ സമീപസ്ഥരായിരിക്കുന്നു. ഇനിയും ദൈവവും നമ്മളും തമ്മിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ യാതൊന്നുമില്ല. മൂടുപടം നീങ്ങിപ്പോയി. യേശുവിൻ്റെ രക്തം മുഖാന്തരം ജീവനുള്ള വഴി നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. നേരെ അല്ലേ, ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്ന ഒരു വലിയ ആക്സസ് റൂട്ടാണ് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. നമ്മൾ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 3:18 വായിക്കുന്നത് പോലെ മൂടുപടം നീങ്ങിയ മുഖത്ത് ആ തേജസ് നമ്മൾ കർത്താവിനെ മുഖാമുഖം കാണുകയാണ്. അവിടെയാണ് നാം രൂപാന്തരപ്പെടുന്ന അനുഭവങ്ങൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്. പ്രൈസ് ഗോഡ്. ഒത്തിരി വർഷിപ്പ് സോങ്സ് അങ്ങനുണ്ട്. ലോർഡ് ഐ വാണ്ട് ടു നോ യു, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നോയിങ് യു. കർത്താവെ, നിൻ്റെ വിശുദ്ധിയുടെ ആ ഒരു നിലവാരത്തിൽ സകലതും നിഴലായി മാറുന്ന ഒരു അനുഭവമാണല്ലോ എൻ്റെ ജീവിതത്തിൽ എന്ന് അക്ഷരികമായി നമുക്ക് പറയുവാനായിട്ട് കഴിയും.
അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ വേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുമ്പോൾ ഒരു റിയൽ പേഴ്സണാണ് നമ്മുടെ ദൈവം. റിയൽ പ്രസൻസാണ് അവിടെ. അപ്പം നമുക്കറിയാം അല്ലേ, ഞാനതങ്ങ് സിമ്പിളാക്കി പറയുകയാണ്. കാരണം വലിയ കട്ടിയായ വാക്കുകളിൽ പറഞ്ഞാൽ ഒരുപക്ഷേ നമുക്കത് നമ്മുടെ ഒരു ഡെയിലി ലൈഫുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഇച്ചിരൂടെ ലളിതമായി പറയുകയാണ്. ഇപ്പം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായി നമുക്കൊരു നല്ല ബന്ധമുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ സുഹൃത്തായേക്കാം, നമ്മുടെ മാതാപിതാക്കളായേക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് ആയേക്കാം, നമ്മുടെ ഭാര്യ ഭർത്താവ്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പോയി ഇരുന്ന് ചിലപ്പോൾ വെറുതെ ഒരുമിച്ചിരിക്കുമ്പോഴായിരിക്കും അല്ലേ അവരുടെ ഒരു സ്പർശനം, അവരുടെ ഒരു തലോടൽ, അല്ലേ അവർ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത്. അതൊരു അനുഭവമാണ്. ദാറ്റ് എംബ്രേസ്, ദാറ്റ് ടച്ച്, ദാറ്റ് ഹഗ്, അല്ലെ ജസ്റ്റ് ഹോൾഡിങ് ഓഫ് ഹാൻഡ്സ്, അതൊരു എക്സ്പീരിയൻസാണ്. ചിലപ്പോൾ വാക്കുകൾ അവിടെ വേണ്ട. മറ്റ് സമയങ്ങളിൽ ചിലപ്പം അവർ നമ്മളോട് പറയുന്ന വാക്കുകൾ നമുക്ക് ആശ്വാസത്തിനും ഉത്തേജനത്തിനും അല്ലെങ്കിൽ ചില മനസ്സിലാക്കലിനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് കാരണമായി തീരുന്നു. അവരുടെ സ്നേഹം നാം മനസ്സിലാക്കുന്നത് ആ വാക്കുകളിലൂടെയൊക്കെ ആയിരിക്കും. എന്നാൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണോ? എൻ്റെ കർത്താവ് എന്നെ സ്പർശിച്ചു. ആ സ്നേഹത്തിൻ്റെ സ്പർശനങ്ങൾ, ആ എംബ്രേസ്, അത് നമ്മുടെ ലൈഫിൽ നമുക്കതൊരു റിയാലിറ്റിയാണോ? ഇറ്റ് ഈസ് പോസിബിൾ. അതാണ് യു സീ ദാറ്റ് ഈസ് എ റിയാലിറ്റി, ദാറ്റ് ഈസ് എ ഹ്യൂജ് റിയാലിറ്റി ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. നമുക്ക് ആ സ്പർശനങ്ങൾ അക്ഷരീകമായി അനുഭവപ്പെടും. ആ ദൈവ സാന്നിധ്യം അക്ഷരീകമായി അനുഭവപ്പെടും. നമ്മെ ആശ്വസിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ വാക്കുകൾ, അല്ലേ, നമ്മെ ഉത്തേജിപ്പിക്കുന്ന വാക്കുകൾ, നമുക്ക് മാർഗദർശനം തരുന്ന വാക്കുകൾ, നമ്മെ റീഅഷ്വർ ചെയ്യുന്ന വാക്കുകൾ, നമ്മുടെ ജീവിതത്തിൽ ചില തിരുത്തലുകൾ കൊണ്ടുവരുന്ന വാക്കുകൾ. പ്രൈസ് ദ ലോർഡ്. അതേപോലെ ഒരു സംഗതിയാണ് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട ഈ ഒരു വചനം, ബൈബിള്. നമ്മളത് വായിക്കും, പഠിക്കും, ധ്യാനിക്കും. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി ഈ ലോഗോസ് ആയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം റേമാ വചനങ്ങളായി ഇപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്നും എന്നിലേക്ക് വരുന്ന ഒരു വചനം എന്നതുപോലെ ചില കൈമാറ്റങ്ങൾ, അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു ചിത്രം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇസ്രായേൽ മക്കൾക്ക് കർത്താവ് ദൈവം മന്ന പൊഴിച്ചു കൊടുത്തതിനകത്ത്, ദൈവം അവരെ മരുഭൂമിയിലൂടെയൊക്കെ നടത്തിയപ്പോഴും അവർക്ക് ഭക്ഷിക്കുവാൻ, അവരെ പോറ്റി പുലർത്തുവാൻ ദൈവം ഒരു ഹെവൻലി പ്രൊവിഷൻ അവിടെ ഒരുക്കി കൊടുത്തു. നിങ്ങൾ വേറെ എങ്ങും ഒന്നും അന്വേഷിച്ച് പോകണ്ട, നിങ്ങളെ പോറ്റി പുലർത്താനുള്ള ഉത്തരവാദിത്തം എൻ്റേതാണ്. സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ച് ഓൺ എ ഡെയിലി ബേസിസ് ഗോഡ് ടുക്ക് കെയർ ഓഫ് ദം. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലും താൻ ജീവിക്കുമെന്ന് പറയുമ്പോൾ ഈ മന്നായോടുള്ള ബന്ധത്തിൽ അതൊരു റെവലേഷനാണ്. അങ്ങനെ ഇന്നും ഈ മരുഭൂമി യാത്രയിൽ ദൈവത്തിൻ്റെ മക്കളെ പുലർത്തുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ ആശ്വാസത്തിന് വേണ്ടിയും നമ്മുടെ ആലോചനയ്ക്ക് വേണ്ടിയും ഒന്നും നമ്മളെങ്ങും അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യകത നമുക്കില്ല. നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ തന്നെ ഈ സകല റിസോഴ്സസും നമുക്കാവശ്യമായിരിക്കുന്ന ജീവനും ഭക്തിക്കും വേണ്ടുന്ന സകല കാര്യങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു, നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മൾ ഈ റിയൽ സോഴ്സ് വിട്ടിട്ട് പലപ്പോഴും പൊട്ടക്കിണറുകളിൽ നമ്മുടെ ആശ്വാസങ്ങൾ തേടിപ്പോകുന്നവരാണ്.
പലരും സാക്ഷ്യം പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ദൈവമേ, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അത് പലപ്പോഴും ഒരു പരിഭവം അല്ലെങ്കിൽ ഇല്ലായ്മയുടെ ഒരു രീതിയിലായിരിക്കും അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ദൈവമല്ലാതെ എനിക്കാരുമില്ല എന്ന് വളരെ ദുഃഖത്തോടായിരിക്കും ചില സാക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, ദൈവമല്ലാതെ നമുക്കാരാ വേണ്ടുന്നത്? ദൈവമുണ്ടെങ്കിൽ പിന്നെ നമുക്കാരെയാ വേണ്ടുന്നത്? ഇത് ഒരർത്ഥത്തിൽ ഞാനങ്ങ് പറഞ്ഞത്, നമുക്കെല്ലാവരെയും വേണം. കാരണം ദൈവം നമ്മളെ അങ്ങനെ ഒരു സാമൂഹിക ജീവിയായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബന്ധങ്ങൾ ദൈവമാണ് തന്നിരിക്കുന്നത്. ആ ബന്ധങ്ങളെ നമ്മൾ ഏറ്റവും അധികം മാനിക്കണം, അതിൽ മുൻപോട്ട് പോകണം. പക്ഷേ ഗോഡ് ഈസ് ഇനഫ് ഫോർ യു. ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തികളോടെല്ലാം ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. അബ്രഹാമിനോട് പറഞ്ഞു, യു വാക്ക് ബിഫോർ മീ ആൻഡ് ബി ബ്ലെയിംലെസ്. ഐ ആം യുവർ എക്സീഡിംഗ്ലി ഗ്രേറ്റ് റിവാർഡ് ആൻഡ് ഇൻഹെറിറ്റൻസ്. ഞാൻ തന്നെ നിൻ്റെ ഏറ്റവും വലിയ ഓഹരിയായിരിക്കുന്നു എന്ന് ആ നിലവാരത്തിലുള്ള വാഗ്ദത്തങ്ങളാണ് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്, ദിസ് ഈസ് എ റിയാലിറ്റി. ഒരു വാക്ക് മതി, ദൈവത്തിൻ്റെ ഒരു സ്പർശനം മതി. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ പഠിച്ചിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. എല്ലാം ഒരു ഫാസ്റ്റ് ജീവിതമാണല്ലോ, ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റായിട്ട് നമുക്ക് ആർക്കും ഒന്നിനു വേണ്ടിയും വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ വയ്യ. അപ്പോൾ റെഡിമെയ്ഡായിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ദൂതുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുക. എനിക്ക് വേണ്ടി ഒരു പ്രവചനം മറ്റൊരു വ്യക്തി ഓൾറെഡി റെഡിമെയ്ഡായിട്ടെങ്കിൽ തന്നാൽ വളരെ സന്തോഷം. ആരെങ്കിലും എൻ്റെ പുറത്തുനിന്ന് കൈവച്ച് അനുഗ്രഹിച്ചാൽ എളുപ്പമുണ്ട്, അതെങ്കിൽ മേടിക്കുക. ഇതെല്ലാം ദൈവത്തിൻ്റെ വഴികളാണ് ഇതിനകത്തുണ്ടെങ്കിലും നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് സസ്റ്റനൻസ് എന്ന് പറയുന്നത് നമുക്ക് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. ആ ബന്ധത്തിൽ നമുക്കുണ്ടാകുന്ന ആഴമേറിയ ആത്മീയ അനുഭവങ്ങൾ, അവിടെ നാം കേൾക്കുന്ന ദൈവശബ്ദങ്ങൾ, അവിടെ നാം അനുഭവിക്കുന്ന ദൈവിക സ്പർശനങ്ങൾ, ദാറ്റ് ഈസ് ദ സീക്രട്ട് സ്ട്രെങ്ത് ഓഫ് അവർ ലൈഫ്. ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവർ ദേ സ്റ്റുഡ് വിത്ത് ഗോഡ് ആൻഡ് ദേ ബിക്കേം എ മെജോറിറ്റി. 1000 ശത്രുക്കൾ അവർക്കുണ്ട് എങ്കിലും ദൈവം അതിൽ നിന്നൊരാളല്ല. ഇഫ് ഗോഡ് ഈസ് ഓൺ യുവർ സൈഡ്, ഇഫ് ഗോഡ് ഈസ് ഫോർ യു, ഹൂ ക്യാൻ ബി എഗൻസ്റ്റ് യു? ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലം ആർ? പ്രൈസ് ദ ലോർഡ്. ഇതാണ് രഹസ്യ സ്ഥലത്തിൻ്റെ പൊട്ടൻഷ്യൽ. ഇതിനെ ഒരുപാട് വാക്കുകളിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ഒരു സെൻസ് അങ്ങ് ഇട്ട് തരികയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, ദൈവത്തിൽ നിന്നും കേൾക്കുന്ന ആ ഒരു വാക്ക്, സ്തോത്രം, ആ ഒരു ടച്ച്, അതെത്ര വിലയേറിയതാണ്. ഒരുപക്ഷെ 1000 വാക്കുകൾ ഒരു മനുഷ്യനിൽ നിന്നും കേൾക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര തെറാപ്യൂട്ടിക്കാണ്. എൻ്റെ ആ പോയിൻ്റ് ഓഫ് നീഡിലേക്ക് സിങ്ക് ചെയ്ത് ഇറങ്ങി എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ 62-ാം സങ്കീർത്തനം, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കും. ഐ വെയിറ്റ് അപ്പോൺ ദ ലോർഡ് ഓൾ ഡേ ലോങ്, ഫോർ ഹീ ഈസ് മൈ സാൽവേഷൻ. ഈ ദൈവമാണ് എൻ്റെ രക്ഷ. എൻ്റെ കണ്ണവങ്കലേക്ക് ഞാൻ ഉയർത്തുന്നു. ഐ ലുക്ക് unto him all day long. My soul waits patiently for my God. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, ആമേൻ. അതെത്ര പ്രഷ്യസ് ആണ്. നമ്മളിൽ നിന്നും ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ചിലതാണ്. പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ മോശയ്ക്ക് കൊടുത്ത കൽപ്പലകകളിൽ ദൈവം എഴുതിക്കൊടുത്ത പ്രമാണം പോലെയല്ല. ഹൃദയം എന്ന മാംസപ്പലകയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്തതുപോലെ എഴുതുന്ന ചില പ്രമാണങ്ങളാണ്. അതൊരു പെർമനൻ്റായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി ആർക്കും അതിനെ മായ്ച്ചു കളയാൻ പറ്റാത്ത വിധത്തിൽ ഒരു പെർമനൻ്റ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള കാര്യങ്ങളാണത്.
This is the foundation. This is the best part of our Christian life. ഇത് നമുക്ക് പെർസ്യൂ ചെയ്യണം. Our whole Christian life is a pursuit of God. It's a pursuit of God. വേറെ ഒരു നല്ല പുസ്തകമാണ് നോയിങ് ഗോഡ് ബൈ J.I. പാക്കർ എന്ന് പറയുന്ന ദേവദാസൻ എഴുതിയിരിക്കുന്നൊരു പുസ്തകമാണ്. അത് ഇച്ചിരൂടെ വലിയൊരു ബുക്കാണ്, പക്ഷേ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ബുക്കാണ്. അതായത് അദ്ദേഹം പറയുന്ന ഒരു ആശയം ഇങ്ങനെയാണ്: നമ്മൾ വിഗ്രഹാരാധന പാടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, നിൻ്റെ ദൈവമായ യഹോവയെ മാത്രമേ നീ ആരാധിക്കാവൂ. ഇതൊരു വശത്ത് നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നാം വിഗ്രഹാരാധന എന്ന് പറയുന്ന വലിയൊരു പാപത്തിന് അകപ്പെട്ട് പോകുന്നവരാണ്. എങ്ങനെ? വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ വെളിപ്പാടുകൾക്കകത്ത്, എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിനകത്ത് വരച്ചു കാട്ടിയിരിക്കുന്ന ദൈവത്തെ നാം അറിഞ്ഞിട്ടില്ല. മറിച്ച് നമ്മുടെ സങ്കല്പങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അല്ലെങ്കിൽ പ്രവണതകളും അനുഭവങ്ങളുമൊക്കെ അനുസരിച്ച് നമ്മുടേതായ സങ്കല്പങ്ങളിൽ നാം ദൈവത്തെ ഉണ്ടാക്കി, അല്ലെ അത്തരത്തിലുള്ള ഒരു മെൻ്റൽ പിക്ചർ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുകയും ആ ദൈവത്തെ നാം ആരാധിക്കുകയും ചെയ്യുന്നത് അറിഞ്ഞും അറിയാതെയും ഒക്കെ വിഗ്രഹാരാധനയ്ക്ക് സമമായി മാറുന്നു എന്നൊരാശയത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന നല്ലൊരു പുസ്തകമാണ്. നമ്മൾ വായിക്കണം. നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡു യു നോ യുവർ ഗോഡ്? നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഈ ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്, അത് ഞാൻ എടുക്കും, ചിലതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്കൊരു പ്രൊവിഷൻ തന്നിട്ടില്ല. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാനായിരിക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ഈ ഒരു വെളിപ്പാടിനെ പൂർണ്ണമായി നാം സ്വീകരിച്ച് നമ്മൾ ഓപ്പണായിരിക്കണം. ഈ വചനത്തിലേക്ക് നമ്മുടെ അനുഭവങ്ങളെ കൊണ്ട് you can't read into the scripture by your experiences. You should let the scripture speak to you. വചനമായിരിക്കുന്നത് പോലെ സ്വീകരിച്ച്, ഇങ്ങനെയാണ് എൻ്റെ ദൈവമല്ലേ എന്ന് പറയുന്ന ഒരു അറിവിലേക്കുള്ള വലിയൊരു ആഹ്വാനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് രഹസ്യ സ്ഥലത്തിനകത്ത് നമ്മൾ ഒരു തരത്തിലുള്ള വലിയൊരു ലൈഫ് ലോങ് അഡിക്ഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഏറ്റവും ഒരു സീക്രട്ട് സ്ട്രെങ്ത് ആണത്. യു സി, നമുക്ക് എല്ലാ ബന്ധങ്ങളും നാം ഏറ്റവും അധികം മാനിക്കുകയും അതിനകത്ത് ദൈവം വച്ചിരിക്കുന്ന കൂട്ടായ്മയും സ്നേഹവും ആശ്വാസവും എല്ലാം നമ്മൾ ബഹുമാനിച്ച് സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ഓർക്കണം, ദ പ്രൈമറി സോഴ്സ്, ആ നിത്യജീവൻ്റെ അനുഭവം നിരന്തരമായി എന്നിലേക്ക് ഒഴുകുന്നത്, സ്വർഗീയ ജീവൻ, സോയെ ലൈഫ്, ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ് ഓഫ് ഗോഡ് എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ ദൈവത്തിൽ നിന്നാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആയിരിക്കുന്നു എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ആ സോഴ്സ്, ആ ജീവൻ, ആ നിത്യജീവൻ്റെ അനുഭവം, നമ്മുടെ ദൈവത്തെ നമുക്കറിയാൻ കഴിയുക, ആ സ്പർശനങ്ങളെ ജീവിതത്തിൽ തിരിച്ചറിയുക എന്നൊക്കെയുള്ളത് ഇതിനകത്തെ വലിയ പ്രൊവിഷൻസാണ്. പണ്ടെപ്പോഴോ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു ജോക്കാണ്. ഒരു വ്യക്തി ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അത്രയും പൈസയൊക്കെ മുടക്കി ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ആൾ വളരെ കെയർഫുള്ളാണ്. എയർ ഹോസ്റ്റസ് പലപ്പോഴായിട്ട് വരുന്നു, ഡ്രിങ്ക്സ്, ജ്യൂസസ് കൊടുക്കുന്നു, ചായ, കാപ്പി അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നു. ഇദ്ദേഹം ഒന്നും സ്വീകരിച്ചില്ല. കാരണം ഓൾറെഡി ഇത്രയും പൈസ മുടക്കിയതാ. ഇനിയിപ്പം ഒരു അനാവശ്യ ചെലവുകളും പാടില്ല എന്ന് പറഞ്ഞ് ദാഹിച്ച് വിശന്ന് ആ യാത്രയെല്ലാം പൂർത്തീകരിച്ചു. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരൊക്കെ ഇതെല്ലാം മേടിച്ച് അനുഭവിക്കുന്നുമുണ്ട്, കഴിക്കുന്നുമുണ്ട്. എന്തായാലും ഇദ്ദേഹം ഈ ഫ്ലൈറ്റ് യാത്രയൊക്കെ കഴിഞ്ഞ്
എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിനൊരു വലിയ സത്യം മനസ്സിലാകുന്നത്. ആ ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിയുള്ള പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ തന്നെ ഈ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേയ്മെൻറ്റും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. ആ ഒരു ചെറിയ സത്യം താൻ മനസ്സിലാക്കിയില്ല. ഇതൊരു ചെറിയ ഉദാഹരണമായി ഞാൻ പറഞ്ഞതാണ്. ക്രിസ്ത്യൻ ലൈഫിനകത്ത് ഈ രക്ഷ നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നതിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായി നാം തീർന്നിരിക്കുന്നു. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം നമുക്കുണ്ട്. ദൈവം നമ്മുടെ ശത്രുവല്ല, നമ്മുടെ പിതാവാണ്, നമ്മുടെ മിത്രമാണ് എന്ന് പറയുമ്പോൾ ഈ ബന്ധത്തിൽ നമുക്കുള്ള പ്രൊവിഷൻസും അതിൻ്റെ ആഴങ്ങളും ഒരുപക്ഷെ നാം തിരിച്ചറിഞ്ഞിട്ടില്ല. അത് നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള സമയങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഈ ഒരു ഫാസ്റ്റ് ജീവിതത്തിനകത്ത് ആത്മീയ ജീവിതത്തെയും നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് കണ്ടു. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ടങ്ങ് പോവുകയാണ്. അനേക ശബ്ദങ്ങളാൽ നമ്മുടെ ഹൃദയവും നമ്മുടെ കാതുകളും ഒക്കെ നിറഞ്ഞിരിക്കുക. അവിടെ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. നാം വിശന്നും ദാഹിച്ചും ഇരിക്കുകയാണ്. എന്നാൽ മറ്റ് പല ഇടങ്ങളിൽ നിന്നും അതിനുവേണ്ടിയുള്ള പരിഹാരം നാം അന്വേഷിക്കുന്നു. ശരിയായ ജീവജലത്തിൻ്റെ ഉറവിടത്തിലേക്ക് നാം പോകുന്നില്ല. അനേക പൊട്ടക്കിണറുകളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഒരുപക്ഷെ തിരിഞ്ഞിരിക്കുന്നത്. ഇത്ര വലിയ പ്രൊവിഷൻസാണ് ഈ രഹസ്യ സ്ഥലത്തിനകത്ത് അല്ലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുള്ളത് എന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുക. Let us come back to that secret place and into that presence of God and desire for that. ആ നീതിക്ക് വേണ്ടി, ആ ദൈവസാന്നിധ്യത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമുക്കുണ്ടാകട്ടെ. നമ്മെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് ഇന്ന് നാം ശരിക്കും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. ആ പ്രൊവിഷൻസ് എല്ലാം അനുഭവിക്കണം. കാരണം ക്രിസ്ത്യൻ ലൈഫിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോകാം എന്നൊരു പ്രമാണമേ ഇതിനകത്തില്ല. വിശുദ്ധിയുടെ നിലവാരങ്ങൾ, ജീവിതത്തിൽ നാം പാലിക്കേണ്ടിയ ചില കാര്യങ്ങൾ, നാം കടന്നു പോകുന്ന വിഷയങ്ങൾക്കകത്ത് ഒട്ടും തളർന്നു പോകാതെ നാം നിൽക്കേണ്ടി വരുന്ന ചില മേഖലകൾ, ഒത്തിരി വില കൊടുക്കേണ്ടിയ സിറ്റുവേഷൻസ് ഇതിനകത്തുണ്ട്. എന്നാൽ അതിനു വേണ്ടിയൊക്കെയുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ഈ ബന്ധത്തിനകത്തുനിന്ന്. വലിയ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ആരും ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചുകൊണ്ട് നടക്കത്തില്ല എന്ന് പറയും പോലെ ഈ വലിയ ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ആ ദൈവശബ്ദം കേട്ട് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ മറ്റേതെല്ലാം വളരെ ഡിമ്മായി പോകുന്ന ഒരു യാഥാർത്ഥ്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രഹസ്യസ്ഥലത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങളിലേക്ക് ദൈവജനത്തെ ദൈവം വിളിക്കുകയാണ്. ആ പ്രൊവിഷൻ നമുക്കുണ്ട്. നാം ദൈവസന്നിധിയിൽ ചെന്ന് കഴിയുമ്പോൾ അയ്യോ ഞാൻ ഇതൊക്കെ കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി വെച്ചായിരുന്നല്ലോ, എന്നിട്ടിതൊന്നും അനുഭവിക്കാൻ കഴിയാതെ ഞാൻ എന്തുമാത്രം വിഷമിച്ച് നടക്കുകയായിരുന്നു എന്ന് പറയാൻ നമുക്കിടവരാതിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. God bless you all.